24 ന്യൂസ് ചാനലിലെ ഹാഷ്മിയുടെ വാക്കുകൾ. ഷൈൻ ടോം ചാക്കോ വിഷ്ണു, നേരത്തെയും സമാനമായ രീതിയിൽ ഷൈൻ ടോം ചാക്കോക്കെതിരെ കേസുണ്ടായിരുന്നു. ആ കേസിൽ നിന്ന് ഷൈൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ പോലീസിന് ആ സംഭവത്തിൽ വന്ന വീഴ്ചകൾ എണ്ണി പറയുകയായിരുന്നു ആ വിഷയത്തിൽ കോടതി. ഇതിപ്പോ നാളുകൾക്ക് ശേഷം പഴയ ഷൈൻ ടോം അല്ല, മലയാള സിനിമയിലെ മുൻനിര നടന്മാരിൽ ഒരാളാണ്. ഷൈൻ ഇല്ലാത്ത സിനിമകളില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും മുൻനിര നടന്മാരിൽ ഒരാളാണ്. എന്തൊരു ഒരു മാരകാവസ്ഥയാണ്, എന്തൊരു ഭീകരാവസ്ഥയാണ്. അതും നമ്മൾ ലഹരിക്കെതിരെ പോരാട്ടമൊക്കെ നടക്കുന്ന ഈ കാലത്തും ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വരിക, ഇറങ്ങി ഓടുക. എന്തൊരു നാണക്കേട് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. വിഷ്ണു, ഹാഷ്മി, നാണക്കേടിന്റെ പരകോടിയിൽ മലയാള സിനിമ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു നടനാണെങ്കിൽ പോലും അത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനാണ്. ലഹരിക്കെതിരെ മലയാള സിനിമ ഒന്നാകെ നിൽക്കുന്നുവെന്ന് ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കുന്നു. അമ്മയടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കുമ്പോൾ വളരെ ദൃശ്യങ്ങൾ സഹിതം പോലീസ് പറയുകയാണ്, ഇന്നലെ ഞങ്ങൾ രാത്രി ഈ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഷൈൻ ടോം ചാക്കോ ആ 314 മുറിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെ കണ്ട ഘട്ടത്തിൽ അയാൾ ആ ജനൽ വഴി ഊർന്ന് ഹോട്ടലിന്റെ പുറത്തേക്കിറങ്ങി ഓടി രക്ഷപ്പെട്ടു പോകുന്നതാണ് കണ്ടത്. അവിടെ നിന്ന് ലഹരി ഉപയോഗിച്ചതിൻ്റെ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടുണ്ട്. അത്തരത്തിൽ എന്തിനാണ് ഒരു നടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസ് പരിശോധനയെ ഭയക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പോലീസ് പറയുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ കഴിഞ്ഞ സമീപകാലത്തെ ഇന്റർവ്യൂകളുമായി ബന്ധപ്പെട്ട് ഷൈനെതിരെ ഈ ലഹരി ഉപയോഗത്തിന്റെ ആരോപണങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ നിന്നിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ ചേർത്തലയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച ഘട്ടത്തിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതിനോട് അദ്ദേഹം പ്രതികരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അത് മാധ്യമ സൃഷ്ടി മാത്രമെന്നായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ പ്രതികരണം. പക്ഷേ ഇപ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പോലീസിന്റെ മുൻപിൽ നിന്ന് ഷൈൻ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് പുറത്തുവിട്ടത്. അതും ഒരു ഡാൻസ് സ്റ്റാഫ് ലഹരി വിരുദ്ധ സിറ്റി പോലീസ് കമ്മീഷണറുടെ ലഹരി വിരുദ്ധ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സ്പെഷ്യൽ സ്ക്വാഡിന്റെ കൺമുന്നിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഓടിപ്പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട് മലയാള സിനിമാ സംഘടനകൾ ഒന്നാകെ ഷൈനെ തള്ളിപ്പറയുന്നുണ്ട്. ആ ഷൈനെ ഒരു തരത്തിലും വെച്ച് പുറപ്പിക്കില്ല എന്ന് സംഘടനകൾ പറയുന്നു. ഒരു സിനിമാ നടി തന്നെ ഷൈൻ ടോം ചാക്കോക്കെതിരെ രംഗത്തെത്തുന്നു. അതായത് അവർ ആ സെറ്റിൽ സഹിച്ചിട്ടുണ്ടാകുന്ന ദുരനുഭവം എത്രത്തോളം ആയിരിക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ആലോചിക്കേണ്ടത്. അതായത് ആ സെറ്റിൽ ഇയാൾ നിരന്തരം ഇത്തരത്തിൽ ഈ MDMA പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ആ സെറ്റിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കലാപങ്ങൾ ഉണ്ടാക്കുന്നു. അയാൾ ഈ നടിമാരുടെ മുൻപിൽ അടക്കം വെച്ച് ഈ വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അത് പാടില്ല എന്നാവശ്യപ്പെടുമ്പോൾ ചിരിച്ചു തള്ളുന്നു, പരിഹസിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് വിൻസി അലോഷ്യസ് നൽകിയ പരാതിയിലടക്കം പറയുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഈ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ മലയാള സിനിമയ്ക്ക് എന്തിന് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. മലയാള സിനിമ നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ സംവിധായകരുമൊക്കെ ഇയാൾക്ക് എന്തിന് നിരന്തരം സിനിമ കൊടുക്കുന്നു? സ്വാഭാവികമായ ഒരു സിനിമാ സെറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് അതിൻ്റെ ഡയറക്ടർക്കോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്കോ ഒക്കെ